പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി കുറ്റവാളികൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കുവൈറ്റ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ അതായത് ജമിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ള പ്രവാസി കുറ്റവാളികൾക്കാണ് യാത്രാ വിലക്ക് ഏർപ്പെടുത്താൻ കുവൈറ്റ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് വിവരം. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ സാമ്പത്തികപരമായതോ ഭരണപരമായിട്ടുള്ളതോ ആയിട്ടുള്ള നിയമലംഘനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാ വിദേശികളെയും നാട് കടത്തുന്നത് തടയുന്നതിനുള്ള യാത്രാ നിരോധനം പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന സൂചന. പ്രത്യേകിച്ച് പബ്ലിക് പ്രോസിക്യൂഷനുമായി ഏകോപനം നടന്നു വരികയാണ് എന്നും സാമൂഹിക കാര്യ കുടുംബ ബാല്യകാല കാര്യ മന്ത്രി ഡോക്ടർ അംദാൽ അൽ ഹുവൈല അറിയിച്ചിരിക്കുകയാണ്. നിയമലംഘകർ പൂർണ്ണമായിട്ടുള്ള നിയമ നടപടികൾക്ക് വിധേയരാകുന്നു എന്നത് ഈ നടപടി ഉറപ്പാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ നിരന്തരമായ മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നും പ്രത്യേകിച്ച് നിയമങ്ങളും ചട്ടങ്ങളും അവർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി. കുറ്റവാളികളുടെ ദേശീയത പരിഗണിക്കാതെ എല്ലാ നിയമലംഘനങ്ങളെയും കർശനമായി നേരിടേണ്ടി വരും. ഓഹരി ഉടമകളുടെയും ഉപഭോക്താക്കളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗുണനിലവാരമുള്ള സേവനങ്ങൾ തുടർച്ചയായി നൽകുന്നത് ഉറപ്പാക്കുന്നതിനും സഹകരണ മേഖലയിൽ സുതാര്യതയും സത്യസന്ധതയും പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ നടപടിയിലൂടെ ലക്ഷ്യമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം പ്രവാസികൾക്ക് ആശങ്ക നൽകുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിരവധി ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ട് ഇത്തരത്തിൽ ആശങ്കകൾ നൽകുന്നത് തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സർക്കാർ ജോലികളിലുള്ള പ്രവാസികളുടെ അവസ്ഥ എന്നത് ഒരു ഉദാഹരണമായി പറയാം. സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി മാർച്ച് 31 ശേഷം സർക്കാർ മേഖലകളിൽ വിദേശികളുടെ കരാറുകൾ പുതുക്കില്ല എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്ന റിപ്പോർട്ട്. സിവിൽ സർവീസ് കമ്മീഷനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നത്. സ്വദേശികളുടെ തൊഴിൽ വർദ്ധിപ്പിക്കാനും വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പുതിയ നീക്കം ഇവർ കൈക്കൊണ്ടത്. നിലവിൽ സർക്കാർ മന്ത്രാലയങ്ങളിലെ ഘട്ടം ഘട്ടമായി വിദേശി തൊഴിലാളികളെ കുറച്ചു കൊണ്ടുവരുന്നതിന് പിന്നാലെയാണ് പൊതുമേഖലയിലടക്കം വിദേശികളുടെ കരാറുകൾ പുതുക്കില്ല എന്നുള്ള നിലപാടിലേക്ക് അധികൃതർ എത്തിയത്. ഓരോ മന്ത്രാലയത്തിനും നടപ്പാക്കേണ്ട ശതമാനം തീരുമാനിച്ച് CSE നൽകിയിട്ടുണ്ട്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫോർമേഷൻ കണക്കുകൾ പ്രകാരം കുവൈറ്റ് സ്വദേശികൾ 4,1215 എണ്ണമാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്നതെന്നാണ് വിവരം. 1,20,000-ലധികം വിദേശികളാണ് ഇത്തരത്തിൽ ജോലി ചെയ്യുന്നത്. അതായത് വിദേശ ജീവനക്കാർ 23% ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത് കുറച്ച് സ്വദേശിവൽക്കരണം കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. തീരുമാനം നടപ്പായാൽ ആയിരക്കണക്കിന് വിദേശികളുടെ ജോലിക്ക് ബാധിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ യോഗ്യതയുള്ള സ്വദേശികൾ ലഭ്യമല്ലാത്ത മേഖലകളിൽ സാവകാശം അനുവദിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ഇവിടങ്ങളിൽ തൊഴിൽ വിപണിക്ക് അനുയോജ്യമായിട്ടുള്ള സാങ്കേതിക പരിജ്ഞാനം നേടിയെടുക്കാൻ സ്വദേശി യുവക്കൾക്ക് പ്രാപ്തമാകും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വിദേശികൾ കൂടുതൽ ജോലി ചെയ്യുന്നത് ആരോഗ്യ മേഖലയിലാണ് എന്നാണ് വിവരം. നിലവിൽ 38,829 തൊഴിലാളികളാണ് ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ മാത്രം ജോലി ചെയ്തു വരുന്നത്. രണ്ടാമതായി വിദേശികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. ഇവിടെ 27,012 ആളുകളൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയം, ഇതുമായി ആഭ്യന്തരം, അങ്ങനെ നിരവധി മേഖലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഇത്തരം വിദേശ തൊഴിലാളികളുടെ ജോലിയിൽ ഇനി ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം എന്ന് തന്നെയാണ് കഴിഞ്ഞ 1 മാസം മുമ്പ് പുറത്തു വന്ന റിപ്പോർട്ട്. എന്തായാലും വിദേശികളുടെ ഇത്തരത്തിലുള്ള ജോലിയുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളാണ് കുവൈറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്.